പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിൻ്റെ കല്ലറയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിന്നൊരു സാധു സ്ത്രീയുണ്ട്, മഗ്ദലേന മേരി. അവളാണ് കുരിശിന് കീഴെ ക്രിസ്തുവിൻ്റെ കൂടെ അവസാനം വരെ ഉണ്ടായിരുന്നത്. അവനെ കാണുവാൻ കല്ലറയിലേക്ക് ആദ്യം കടന്നു വന്നതും അവൾ തന്നെ. ലാസ്റ്റ് അറ്റ് ദ ക്രോസ് ആൻഡ് ഫസ്റ്റ് അറ്റ് ദ ടൂം. അവൻ അനുഗമിച്ച മറ്റു ശിഷ്യർക്കൊന്നും കിട്ടാത്ത പ്രത്യേക പരിഗണന അവൾക്ക് കിട്ടുന്നുണ്ട്. ഉദിതനെ ആദ്യമായി കാണുവാനും അവൻ്റെ സ്വരം കേൾക്കുവാനും ഭാഗ്യമുണ്ടായവൾ. ഉദിതൻ അവളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് കരയുന്നത്? വൈ ആർ യു വീപ്പിംഗ്? മറ്റൊന്നിനു വേണ്ടിയല്ല അവൾ കരഞ്ഞത്, ജീവിതത്തിൽ കൈവിട്ടുപോയ ക്രിസ്തുവിനെ ഓർത്ത. എന്നാൽ കരയാൻ പല കാരണങ്ങളുള്ളവരല്ലേ നമ്മൾ. നഷ്ടപ്പെട്ട ജോലി, തോറ്റ പരീക്ഷ, ക്ഷയിച്ചുപോയ ആരോഗ്യം, കൈവിട്ടുപോയ സമ്പത്ത്, തകർന്ന ബന്ധങ്ങൾ, അങ്ങനെ കരയാൻ പല കാരണങ്ങളുള്ളവർ. ആത്യന്തികമായിട്ട് നമ്മുടെ വിലപ്പെട്ട കണ്ണുനീര് പാഴാക്കേണ്ടത് ഇവയ്ക്ക് വേണ്ടിയാണോ, അതോ കാൽവരിയിൽ പ്രാണനർപ്പിച്ച് സ്നേഹിച്ച ക്രിസ്തുവിനെ ഓർത്താണോ? ശൂന്യമായ ഹൃദയത്തെ നോക്കി നഷ്ടമായ ക്രിസ്തു സാന്നിധ്യം ഓർത്ത് വെങ്ങിപ്പൊട്ടി കരയുവാൻ നമുക്ക് മറിയത്തിൻ്റെ മനസ്സ് വേണം, അവിടെ സ്നേഹവും വേണം. ജീവിച്ചിരുന്നപ്പോൾ അവൾ ക്രിസ്തുവിനെ ഒരുപാട് സ്നേഹിച്ചു, അതുകൊണ്ട് നിഴൽ പോലെ അനുഗമിച്ചു, പരിചരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴും അവളുടെ സ്നേഹം അചഞ്ചലമായിരുന്നു. അതുകൊണ്ട് മരണാന്തരവും അവൾ അവനെ അനുഗമിച്ചു പരിചരിക്കുവാൻ കല്ലറയിലേക്ക് ഓടി വന്നു. മരണത്തിന് തോൽപ്പിക്കാനാവാത്ത സ്നേഹം ആയിരുന്നു അവൾക്ക്. അവൻ അവളെ മറിയമെന്ന് പേര് ചൊല്ലി വിളിച്ചു. അവൾ അവൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് റബോനി എന്ന് പ്രതിവചിച്ചു. മരണത്തിന് അവളുടെ ആത്മബന്ധത്തെ തകർക്കാനായില്ല. ആദ്യം കണ്ടപ്പോൾ തോട്ടക്കാരനായി തെറ്റിദ്ധരിച്ചുവെങ്കിലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവളായിരുന്നു ഉയർപ്പിൻ്റെ ആദ്യ സുവിശേഷകയായി മാറിയത്. കല്ലറയ്ക്ക് മുമ്പിൽ ദുഃഖതയായി നിന്നവൾ പിന്നെ ഉയർപ്പിൻ്റെ ദൂതയായി ശിഷ്യരുടെ പക്കലേക്ക് ആവേശത്തോടുകയാണ്. നഷ്ടദുഃഖം ഉപേക്ഷിച്ച് സുവിശേഷ ദൂതരായി മാറുവാൻ യേശുവേ, നീ ഞങ്ങൾക്കും ഒരു ഉദ്ധാന അനുഭവം തരണമേ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ആമേൻ.